ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ ഫിഷ് കറി വിത്തൗട്ട് ഫിഷ് എന്നൊരു മാജിക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കുറേ ആളുകൾക്ക് തന്നെ ഫിഷ് കറി ഇല്ലാതെ ഫുഡൊന്നും കഴിക്കാൻ പറ്റത്തില്ല, പ്രത്യേകിച്ച് അമ്മൂമ്മമാർക്കും അപ്പൂപ്പന്മാർക്കും. അപ്പം അങ്ങനെയുള്ളപ്പം ഫ്രീ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. ആദ്യം തന്നെ നമ്മൾ അതിന് വേണ്ടി കോവയ്ക്കയും സവോളയും എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ തേങ്ങ എടുത്ത് നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഒരു പിടി പുളിയും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമ്മൾ നന്നായിട്ട് അടിച്ചെടുക്കണം. ഓക്കെ, അപ്പം ഈ സമയം കൊണ്ട് എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കിട്ടാൻ ഹെൽപ്ഫുള്ളായിരിക്കും. അതിനുശേഷം നമ്മളൊരു പാത്രം അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനൊന്ന് ചൂടായി വരുമ്പം ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിന് പകരം ഈ പാനിന് പകരം നിങ്ങൾക്ക് മീൻ ചട്ടിയിൽ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഈ എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പം ആവശ്യത്തിനുള്ള കടുകിട്ട് കൊടുക്കാം. ഇത് വെജ് ആളുകൾക്കും കഴിക്കാനായിട്ടും നല്ലതാണ്, നല്ല ടേസ്റ്റിയാണ്. കറക്റ്റ് ഫിഷ് കറിയുടെ രീതിക്ക് തന്നെ നമുക്കിത് കിട്ടും. ഓക്കെ, ഇനി കടുകൊക്കെ നല്ല രീതിക്കൊന്ന് പൊട്ടി വരുമ്പം അതിലോട്ട് നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാം. ജീരകമൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പം അടുത്ത ഇൻഗ്രീഡിയൻറ്റ് കറിവേപ്പിലയാണ്. കറിവേപ്പില ഇട്ട് കൊടുക്കാം, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മളെടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന സവോളയും കോവയ്ക്കായും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് വരണ്ട് വരണം. അതിന് വേണ്ടി ഒരു ലേശം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിക്ക് തന്നെ ഒന്ന് വരണ്ട് വരണം. എണ്ണയിലൊക്കെ കിടന്ന് നല്ല മാതിരി തന്നെ വരണം. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇത് ഈ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. കറക്റ്റ് നമുക്കൊരു മീൻ കറി എങ്ങനെയാണോ അതുപോലെ ഫീൽ ചെയ്യും. വെജിറ്റേറിയൻസിനും കഴിക്കാൻ പറ്റും. അതുപോലെ നമ്മളിത് മൂടി വെച്ച് വേവിച്ചിട്ടുണ്ട്. മൂടി എടുത്തപ്പം ഇതുമാതിരി നല്ല രീതിക്ക് ഉള്ളിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലോട്ട് നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ആ തേങ്ങയുടെ മിക്സ് നല്ല കട്ടിക്ക് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് അടുത്തതായിട്ട് നമ്മൾ ഇതിലിട്ട് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. വീഡിയോ കുറച്ച് ലാഗിങ് ആയിട്ട് തോന്നും, കാരണം ഞാൻ വോയിസ് സെപ്പറേറ്റ് വീഡിയോ സെപ്പറേറ്റ് ആണ് ചെയ്യുന്നത്. മുമ്പുള്ള വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ലാഗ് ആവുന്നതിനെ പറ്റിയിട്ട്. ഓക്കെ, എൻ്റെ മുമ്പത്തെ വീഡിയോസ് കാണാത്തവർ പോയി ആ വീഡിയോസ് ഒന്ന് കാണുക കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കിട്ടും. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയുടെ മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളവും കൂടി എടുത്ത് ഇതൊന്ന് ലൂസാക്കി ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ ഈ കോവയ്ക്കായൊക്കെ നല്ല രീതിക്ക് വാടണം, ഇതിൽ കിടന്ന് നല്ലോണം വാടണം. ഓക്കെ, അത് നന്നായിട്ട് വാടിയാൽ മാത്രമേ കറക്റ്റായിട്ട് ആ ഒരു ടേസ്റ്റിൽ കിട്ടത്തുള്ളൂ. ഞാൻ കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, കാരണം അത് നന്നായിട്ട് തിളച്ച് നല്ല രീതിക്ക് തന്നെ അത് വാടണം. എന്നിട്ട് നമ്മളിത് മൂടി വെച്ച് വേവിക്കാം. അതാ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ടല്ലേ. കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതാണ് ഫൈനൽ ലുക്ക്. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്.